വെൽക്കം ബാക്ക് ടു ഷിഫ്റ്റ് 400. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്. സോറി ഗൈസ്, ഇന്നല്ല നാളെയാണ് പോകുന്നത്. ഇന്ന് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞാനിവിടെ ബാംഗ്ലൂരാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ കൂടെയുള്ള ജ്യോതിപുരമാണ്. ജ്യോതിപുരൻ്റെ വീട്ടുമാണ് കിടക്കുന്നത്. അതിൻ്റെ സിമ്പിളായിട്ടുള്ള കുറച്ച് മോട്ടിവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. നിങ്ങളൊന്ന് പറഞ്ഞാൽ കമൻറ്റ് അടിച്ചാൽ മതി, ഞാൻ ചെയ്യും. കുറേ എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഡെമിക്കുട്ടൻ ഇവിടെ ഉണ്ട്. അപ്പം വണ്ടി ഫുള്ള് വൃത്തിയാക്കി സർവീസിങ് എല്ലാം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുവാണ്. അപ്പം നമ്മളൊരു സ്ഥിരം സ്പോട്ടാണ് ഇത്, ചായ എല്ലാം കുടിക്കുന്നത് ബാംഗ്ലൂരിൽ. ചായലും കുടിച്ച് ചെയ്താൽ വണ്ടി എടുത്ത് അപ്പോൾ ഞാൻ പോവുകയാണ്. ഇനി റൂമിൽ പോയി ഒന്ന് റെഡി ആയിട്ട് വേണം ഇത് ബാഗെല്ലാം പാക്ക് ചെയ്യണം. അപ്പം നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും റൈഡ് പോവാണ് ഗൈസ്. വണ്ടി ഇതൊന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പവറും സ്റ്റാർട്ടിങ് എൻജിൻ്റെ ആ നോയ്സെല്ലാം ഒന്നും പറയാൻ രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ റൂമിലേക്ക് പോവാണ്. നേരം കുറേ വൈകിട്ടുണ്ട്. അപ്പം രാവിലെ നേരത്തെ എണീക്കണം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിത് ഇറങ്ങിയിരിക്കുകയാണ്. റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഇതാ മൈസൂർ റോഡിൻ്റെ അവിടെ എത്തി. അപ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് NH ആണ്, ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ. അപ്പോൾ നമ്മൾ അതിൻ്റെ തീരത്ത് നിന്ന് 2 വീഡിയോയിൽ എടുക്കാൻ വെച്ചാൽ അപ്പോൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല സീനറിയാണ്, നല്ല വ്യൂ ആണ്. അപ്പോൾ ആൾക്കാരൊന്നും ഇല്ല, നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഇവിടുന്ന് നേരെ പോകുന്നത് ഇവിടെ ഇപ്പം രാമനഗര അടുപ്പിച്ചെത്താനായപ്പോഴാണ് ഈ ഒരു സ്പോട്ട് കണ്ടത്. അതിമനോഹരം വെച്ചാൽ അതിമനോഹരം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ നേരം കോടയിൽ ഇറങ്ങി നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ കുറേ നേരം നിർത്തി ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തു. പാടം പൂത്തകാലം എന്നൊക്കെ പാട്ട് പാടാനൊക്കെ തോന്നിയായിരുന്നു. പാടം പൂത്തകാലം പാടാൻ വന്നു നീയും, പാടം പൂത്തകാലം. നമ്മൾ അടുത്ത് പോകുന്നത് അവിടെ നമ്മൾ ഗുഡലൂർ എത്തി ഗൈസ്. നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിലാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിലെത്തായതുകൊണ്ട് അധികം നേരം നിൽക്കാൻ തോന്നിയില്ല. പക്ഷെ നല്ല റോഡ് കേട്ടോ, നല്ല അടിപൊളി റോഡ്. ഗുഡലൂർ കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടാണ്. അപ്പം ഈ റോഡ് ഞാൻ എങ്ങോട്ടായുള്ളത് മറന്നുപോയി. പക്ഷേ അടിപൊളി റോഡായിരുന്നു, നല്ല ഫോറസ്റ്റ് ഇൻസൈഡ് റോഡായിരുന്നു. അപ്പം അവിടെ നിന്ന സമയത്ത് 2 MT ഫാൻസ് പറപ്പിച്ച് പോകുന്നത് കണ്ടു. ഞാൻ നേരെ അങ്ങനെ വന്നത് പാലക്കാടായിരുന്നു. പാലക്കാട് മലമ്പുഴ ഡാമിൽ പോയി അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു മലമ്പുഴ ഡാമിനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. അതൊരു കൊച്ചു ഡാമായിരുന്നു. അവിടെ ഒരു ചെറിയ പാർക്കിൻ്റെ സെറ്റപ്പെല്ലാം ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനെല്ലാം പറ്റി. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, അവനോട് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് വൈകി. വീണ്ടും ഞാൻ മണ്ണാർക്കാട് വന്നു. മണ്ണാർക്കാടിന് ഇപ്പോൾ നേരെ അട്ടപ്പാടിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും പിന്നെ എടുത്തില്ല. ഞാൻ ഫുള്ളും ടയർഡായത് കൊണ്ട് തന്നെ വേഗം ഒരു റൂം എടുത്തത് സെറ്റിലാകാൻ വേണ്ടി നോക്കുമായിരുന്നു. ഇവിടുന്ന് നേരെ അട്ടപ്പാടി ചെന്ന് അട്ടപ്പാടിയിലൊരു റൂം എടുത്ത് അവിടെ സെറ്റിലായി. ഇപ്പോൾ ഗൈസ് രാവിലെ കാണാം. ഇപ്പോൾ സമയം ഏകദേശം 9:25 ആയിട്ടുണ്ട് രാവിലെ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടുത്തെ പുറത്തെ കാഴ്ചകൾ കാണുമായിരുന്നു ജനാലേൻ്റെ വെളിയിൽ കൂടെ. അതിമനോഹരമായിരുന്നു, അതിമനോഹരം, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അട്ടപ്പാടിയുടെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ശരിക്കും വേറെ ലെവലായിരുന്നു. ഇവിടുത്തെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കാഴ്ചകളെല്ലാം കാണാൻ ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്. അട്ടപ്പാടിയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞാൻ നേരെ മണ്ണാർക്കാടിലേക്ക് വണ്ടി തിരിച്ചു. അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലായിരുന്നു, ചൂട് നല്ലോണം ഉണ്ടായിരുന്നു. സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ അട്ടപ്പാടിയിൽ യാത്ര വരുന്ന എല്ലാവരും കുറച്ച് നേരം ഇവിടെ നിൽക്കാറുണ്ട്. കാരണം ഇത് അട്ടപ്പാടിൻ്റെ ഒരു മെയിൻ സ്പോട്ടാണെന്ന് പറയാം. എല്ലാ ടൂറിസ്റ്റും ബൈക്ക് റൈഡേഴ്സ് അധികം ഇവിടെ നിർത്താറുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. സ്പെഷ്യൽ ഏർലി മോർണിംഗ് ടൈം, പിന്നെ മഴക്കാലത്തൊക്കെ ഇവിടെ ഭയങ്കര രസമാണ്. ഇത് വലിയൊരു എയർപിൻ വളവാണ്. അധികം റീലിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ആ എയർപിൻ ബെൻഡാണ് ഇത്. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് മഴയും മൂടൽ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും അടിപൊളിയാണ്. ഇതിപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ കാരണം ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ കുറച്ച് നേരം നിന്നിട്ട് ഇവിടുന്ന് പോവാണ്. ഞാൻ ചുരം ഇറങ്ങി മണ്ണാർക്കാട് എത്തി. മണ്ണാർക്കാടിന് ഇപ്പോൾ കോഴിക്കോട് പോകുന്നതായിക്കാണെങ്കിൽ 4 പിള്ളേരാണ് വെച്ച് കട കണ്ടത്. നല്ലവണ്ണം ദാഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കയറി ഒരു കരിമീൻ ജ്യൂസ് കുടിച്ചു. നല്ല വൃത്തി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യും. മണ്ണാർക്കാട് ബസ് സ്റ്റോപ്പിൽ നിന്നും കുറച്ച് മുന്നോട്ട് വന്നാൽ മതി. അവിടെ തന്നെയാണ് ഈ സ്പോട്ട് വരുന്നത്. ട്രൈ ചെയ്ത് നോക്കുക ഈ വഴി പോകുന്ന ആൾക്കാർ. അപ്പോൾ കോഴിക്കോട് ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ആദ്യം കഴിഞ്ഞ് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും ഒരുപാട് വൈകി എത്താനായിട്ട് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല, കടന്നുറങ്ങിപ്പോയി. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഡൊമിനോസ് സർവീസിൻ്റെ ടൈം ആയതുകൊണ്ട് ഞാൻ നേരെ കൊണ്ടുപോയി സർവീസ് വിട്ടിട്ട് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നേക്കണേ. ഞാനിവിടെ വീട്ടിൻ്റെ അടുത്തുള്ള പറമ്പിലൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു. മലബാർ സൈഡ് ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട്.
ഇൻസൈഡ് ഫോറസ്റ്റൊക്കെ കൊച്ചു കൊച്ചു കാവുകളൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇവിടെ ഒരു കാവുണ്ടായിരുന്നു, ഞാനൊന്ന് അവിടെ കയറി തൊഴുത്തെല്ലാം ഇറങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഒരു നൊസ്റ്റാൾജിയ ഫീലൊക്കെ തരുന്ന ഒരു കാഴ്ചകളും അറ്റ്മോസ്ഫിയറും. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കുറച്ച് ഇവിടെ തന്നെ പറമ്പിൽ തന്നെ നടന്നു ഇരുന്നു അങ്ങനെ കുറേ സമയം കളഞ്ഞു. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു യാത്രാവിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ഷിഫ്റ്റ് 400. ബൈ.